ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ച് ഇന്ന് നല്ലൊരു റെസിപ്പീസാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു ട്രെൻഡിങ് റെസിപ്പീസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അമൃതം പൊടി വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിന് കുറച്ച് അമൃതം പൊടി എടുക്കുക. ഒരു അരക്കപ്പ് അമൃതം പൊടി മതി തയ്യാറാക്കാൻ. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഈ പാനിന് ചൂടായി എന്ന് അമൃതം പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് നല്ലോണം ചൂടാക്കി എടുക്കാം. ഇച്ചിരി വറുത്തെടുക്കാം. നമുക്ക് ഒരു മണം വരും. ഇന്ന് നമ്മൾ അമൃതം പൊടി വെച്ച് തയ്യാറാക്കുന്നത് ഒരു സ്വീറ്റാണ്. നല്ല ലഡു മാതിരിയുള്ളൊരു നല്ലൊരു പലഹാരമാണ്. അംഗൻവാടിയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നതാണ് അമൃതം പൊടി. കൊച്ചുങ്ങൾക്കൊക്കെ അംഗൻവാടിയിൽ നിന്ന് അമൃതം പൊടി ഇങ്ങനെ കൊടുക്കും. നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ഇതിന്ന് മാറ്റി വെക്കണം. ചൂടായി കഴിഞ്ഞാൽ മാറ്റി വെച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു അമൃതം പൊടി. അതേ പാനിനകത്ത് നമ്മൾ തേങ്ങയൊന്ന് മൂപ്പിക്കാം. നമ്മളിത് തയ്യാറാക്കുമ്പോൾ തേങ്ങ വെളുത്ത് തന്നെ ഇരിക്കാവും. എന്തെങ്കിലും പൊടി ഇങ്ങനെയുള്ളതുണ്ടെങ്കിൽ മാറ്റണം. അല്ലെങ്കിൽ കോക്കനട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ തേങ്ങ മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിലിട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്തിരുന്നാൽ മതി. ഇട്ടിന്ന് വാടിയാൽ മതി. ഇത്രയും മതി. തേങ്ങ വറുത്ത് വെച്ചു. ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അല്ല, ഇത് മൊത്തം ഇട്ട് കുറച്ചെല്ലാം മൊത്തം ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതേമാതിരി പൊടിച്ചാൽ മതി. വലിയ രീതിയിലൊന്നും അരയ്ക്കേണ്ട. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം. തേങ്ങ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി കുറച്ച് തേങ്ങ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇനി ബാക്കി തേങ്ങ നമുക്ക് വേണം, അത് വെച്ചേക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനാണ് കുറച്ച് ഉപ്പ്. ഇനി ഇതിനകത്ത് ഏലക്കപ്പൊടി ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കണ്ടൻസ് മിൽക്ക്. എല്ലാം ഒഴിച്ചു കൊടുത്ത് നമുക്കിനി കൈ വെച്ച് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. വേണമെങ്കിൽ കുറച്ച് വെള്ളം വേണം ചേർക്കാം. 2 തുള്ളി. അത് ചേർക്കുകയാണെങ്കിൽ ചൂട് വെള്ളമേ കുറച്ച് ചേർക്കാവും. കുറച്ച് ചൂടുവെള്ളം ചേർത്തേക്കാം. എന്നിട്ട് വേണ്ട നല്ല വൃത്തിയായിട്ട് കുഴഞ്ഞു വരുന്നുണ്ട്. ഇച്ചിരി ഒന്ന് 2 തുള്ളി ഒന്ന്
ചേർത്ത വെള്ളം. ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടാം. ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി. ഇതൊരു സീറ്റാണ്, അത് നീ പൊടിക്കാതെ ഇങ്ങനെ ഒന്ന് എടുക്കണം. കഴിക്കാൻ നല്ല സീറ്റാണ്. അല്ലേ, ഒരു കോട്ടിങ്ങിന് വേണ്ടി വേണമെങ്കിൽ ഈ കണ്ടൻസ് മിൽക്കിനകത്തും കൂടെ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. നല്ല സീറ്റാണ്. നമുക്കൊരു പാത്രത്തിലോട്ട് വയ്ക്കാം. ഇതേപോലെ നമുക്കെല്ലാം തയ്യാറാക്കി വെക്കാം. ഓരോന്നോരോന്നായി നമുക്കിങ്ങനെ തയ്യാറാക്കാം. നമുക്ക് ഓരോ ഇങ്ങനെ തയ്യാറാക്കി വെക്കാം. ചായയുടെ കൂടെ വൈകുന്നേരം കഴിക്കാനൊക്കെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇങ്ങനെ അതി മുക്കുന്നതെന്ന് വെച്ചാൽ ഇത് പറ്റി പിടിച്ചിരിക്കും. നമ്മുടെ അമൃതം പൊടി വെച്ചുള്ള സ്വീറ്റ് തയ്യാറായിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, നല്ല ഗുണങ്ങളുണ്ട്. ഇത് കഴിക്കാൻ എളുപ്പമാണ്, കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഇത് നല്ലൊരു സാൻഡ്സാണ്. ഇത് കഴിക്കുകയാണെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടും. പിന്നെ അല്ലാതെ വെറുതെ കഴിക്കാനും നല്ലതാണ്. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. ഇത് എണ്ണയോ അങ്ങനെ നെയ്യോ ഒന്നും ചേരുവകളൊന്നുമില്ല. തേങ്ങയും അമൃതം പൊടിയും മാത്രമേ കൂടുതൽ ചേർത്തിട്ടുള്ളൂ. പിന്നെ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കാൻ പറ്റും. ഈ സ്വീറ്റ് എളുപ്പം നമുക്ക് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഇതാണ്. അമൃതം പൊടി വെച്ച് എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അമൃതം പൊടി ഉണ്ടെങ്കിൽ ഈ അംഗൻവാടിയിൽ അടുത്തെങ്ങാനും അംഗൻവാടിയിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവിടുത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചാലും മതി. ഞങ്ങൾക്ക് നല്ലോണം ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല സ്വീറ്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് പ്ലേ ബട്ടൺ കൂടെ അമർത്തിയ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പുതിയ പുതിയ വീഡിയോസാണ് ഇടുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്, തയ്യാറാക്കി വെക്കുക.